ഹലോ ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ചെറിയൊരു വീഡിയോ ഉണ്ട്. അത് ഞാനിപ്പോൾ അസർബൈജാനൊക്കെ പോയിട്ട് അതിൻ്റെ യാത്രാ വ്ളോഗൊക്കെ ചെയ്തിട്ട് പോസ്റ്റ് ചെയ്തതാണ്. അതിനുശേഷം ഞാൻ ഒരു കമൻറ്റ് കണ്ട് ഈ ടാബിയെ കുറിച്ചിട്ട്. അപ്പോൾ ഈ ടാബി ഒരാൾ കമൻറ്റ് ചെയ്താണ്, നിങ്ങളെന്തിനാണ് ഈ പലിശയെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ഈ ടാബി പലിശയാണ് എന്നുള്ള തെറ്റിദ്ധാരണ ഉള്ളവർക്കാണ് ഈ ഒരു വീഡിയോ കേട്ടോ. ടാബി ഒരിക്കലും പലിശയായിട്ട് ബന്ധപ്പെട്ടതല്ല. പലിശ ആവും നമ്മൾ അടവ് തെറ്റിച്ചാൽ. ടാബി നമ്മളിപ്പോൾ ഒരു ഫോൺ എടുക്കാമെന്ന് വിചാരിച്ചു, ഒരു 1000 ദിർഹംസിൻ്റെ ഫോൺ എടുത്താൽ നമുക്കത് 4 അടവായിട്ട് കിട്ടും. അതായത് 250 ദിർഹംസ് വെച്ചിട്ട് 1000 ദിർഹംസ് 4 മാസം അടച്ചു കൊടുത്താൽ മതി. അതൊക്കെ പല ആൾക്കാർക്ക് അറിയണതാണ്, അറിയാത്തവർക്ക് ഞാൻ പറയണത് കേട്ടോ. അപ്പോൾ ഈ 4 പ്രാവശ്യമായിട്ട് അടച്ചു കൊടുത്താൽ അതിൽ പലിശ വരുന്നില്ല. അവർ തരുന്ന ഒരു ഡേറ്റ് ഉണ്ട്. ആ ഡേറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ അടക്കാതിരുന്നാൽ അവർ ഫൈൻ ഈടാക്കും. അത് നമ്മളെ ഫോൾട്ടാണ്. അല്ലാതെ ടാബ് ചെയ്ത് എന്തില്ല, പലിശക്കല്ല, അല്ലെങ്കിൽ അവരൊരു ഇൻട്രസ്റ്റ് പറഞ്ഞിട്ടല്ല നമുക്ക് പൈസ അടവിന് തരുന്നത്. അപ്പോൾ അത് ആദ്യം മനസ്സിലാക്കുക. പിന്നെ ഇപ്പോൾ അത് 4 അടവല്ലാതെ 6 അടവും 8 അടവും 10ഉം 12ഉം ഒക്കെ ആക്കിയിട്ട് ഇപ്പോൾ ടാബ് ഉയർത്തിയിട്ടുണ്ട്. 4 അടവിൽ കൂടുതൽ പോകുന്നതിനെല്ലാം അവർ ഇൻട്രസ്റ്റ് ഈടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് എടുക്കാതെ പലിശ ഇല്ലാതെ ഇൻട്രസ്റ്റ് കൊടുക്കാൻ താല്പര്യം ഇല്ലാത്തവർ ടാബിയിൽ നിങ്ങൾക്ക് ഫോണോ ട്രാവൽ ചെയ്യോ ടിക്കറ്റ് എടുക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അത് 4 അടവാക്കി എടുത്താൽ നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. എത്രയാണോ ആ എമൗണ്ടിനെ 4 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഒരു പൈസ നിങ്ങൾ എക്സ്ട്രാ കൊടുക്കണ്ട. ഈ കൂടുതൽ മാസങ്ങൾ എടുക്കുമ്പോഴാണ് അതിന് എക്സ്ട്രാ പൈസ കൊടുക്കേണ്ടി വരുന്നത്. അപ്പോൾ അതിൽ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ അതിന് ഫൈന് കൊടുക്കേണ്ടി വരും. ഇതാണ് ഈ ടാബിയായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യമുള്ളത്. അപ്പോൾ നിങ്ങളുടെ കമൻറ്റ് വന്നപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ടാബിയുമായിട്ട് കൂടുതൽ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാനിതിൽ പ്ലേലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അത് ആ പ്ലേലിസ്റ്റ് ആ വീഡിയോസിൽ നിങ്ങൾ പോയി നോക്കിയാൽ ടാബിയുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോ ഉണ്ട്. ഇനി അടുത്തൊരു ടാബിയിൽ നിന്ന് നമുക്ക് ക്യാഷ് ബാക്ക് എങ്ങനെ എടുക്കുക എന്നുള്ളത് ഞാൻ മുന്നേ ഒരു മോഡൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. വേറെ ഒരു രീതിയിലും കൂടി നമുക്ക് എടുക്കാൻ പറ്റും. ഡയറക്റ്റ് തന്നെ ടാബിയിലേക്ക് ആ ക്യാഷ് ബാക്ക് നമുക്ക് എടുക്കാൻ പറ്റും. അതെങ്ങനെയെന്നുള്ളതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം. ഇത് ജസ്റ്റ് ഞാൻ ചെറിയൊരു വീഡിയോ, ഈ ഒരു കമൻറ്റിന് റിപ്ലൈ എന്നുള്ള നിലക്കും പിന്നെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യേണ്ട, അതുകൊണ്ട് ഞാൻ ഒരു ടാബിയുമായി ഒരു ഇൻഫർമേഷൻ തരികയാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ, ഉപകാരപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെ ടാബിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ.